ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക ജയനെ വിളിച്ച് പറയുക, ഋതികയും രാജുവും ആ പത്മാവതിയുടെ വീട്ടിൽ തന്നെ കാണും. താൻ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അവരവിടെ എന്നുള്ള കാര്യം എന്നെ വിളിച്ച് പറയണം. ഞാൻ ഈ ഏൽപ്പിച്ച ജോലിയെ താൻ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം. താൻ ഒരു കാര്യം ചെയ്യും, ഒരു ടാക്സി പിടിച്ചോ ഈ കാര്യം അന്വേഷിക്കാൻ പോകുന്നതിന് വേണ്ടി. നാളെ മുതൽ തനിക്ക് സഞ്ചരിക്കാൻ സ്വന്തമായിട്ടൊരു ബൈക്ക് ഉണ്ടായിരിക്കും. അംബിക അങ്ങനെ ജയനോട് പറഞ്ഞത് കേട്ട് ജയൻ ഇങ്ങനെ വിശ്വസിക്കാനാകാതെ നിൽക്കുവാണ്. അയ്യോ, താങ്ക് യു മാഡം, താങ്ക് യു. അംബിക ജയന് ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതെന്ന് ദീപക്കിന് അത്ര ഇഷ്ടമായെന്ന് തോന്നുന്നില്ല. അവൻ അങ്ങനെയാണ് അവൻ്റെ നോട്ടം കണ്ടിട്ട്. ജയനാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ. അയ്യോ, നാളെ എനിക്ക് ബൈക്കാവും. യക്ഷിയാണെങ്കിലും ചില സമയത്ത് അവരൊരു മാലാഹയാണ്, ഒരു മാലാഹ. ഈ സമയത്ത് പത്മയാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഋതികയ്ക്കും രാജുവിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുവാണ്. രാജുവും ഋതിക അങ്ങോട്ട് വരുന്ന കണ്ടിട്ട് പത്മ പറയുന്നു, വാ മക്കളെ ഇങ്ങോട്ടിരിക്കും. ഋതിക പറയുക, അത് പറ്റില്ല, അമ്മയും ഞങ്ങളോടൊപ്പം ഇരിക്കണം. ഇല്ല മക്കളെ, അത് ശരിയാവില്ല, എനിക്ക് വിളമ്പിത്തരണം എൻ്റെ മക്കൾക്ക്. രണ്ടുപേരും ഇരുന്ന് ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ രാജു പറയും, ഇല്ല അമ്മ കൂടെ ഇരിക്ക്, നമുക്ക് 3 പേർ കൂടി ഇരുന്ന് കഴിക്കാമല്ലോ. പത്മ പറയുക, അത് നടക്കില്ലെന്ന് ഞാൻ മോനെ പറഞ്ഞില്ലേ, ഇത് അമ്മയുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങളിത് അനുസരിച്ചേ പറ്റൂ. ഇവിടെ ഇരിക്കും മക്കളെ എന്നും പറഞ്ഞ് അവരെ രണ്ടുപേരെയും പിടിച്ചവിടെ ഇരുത്തുവാണ് പത്മ. അങ്ങനെ വളരെ സന്തോഷത്തോടെ പത്മ മക്കൾക്ക് 2 പേർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മകളെയും മരുമോനെയും കയ്യിൽ കിട്ടിയതല്ലേ, പത്മയുടെ സന്തോഷത്തിന് അതിരില്ല. പത്മ പറയുക, സെർവൻറ്റിനോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ ആഹാരം എനിക്ക് വിളമ്പിത്തരണം. സഫലീകരിക്കാതെ പോയ ഒരമ്മയുടെ പല മോഹങ്ങളിൽ ഒന്നാണിത്. അതിന്ന് എനിക്ക് സഫലീകരിക്കണം. രാജുവിനെ നോക്കിയിട്ട് പത്മ പറയുക, ഈ ഋതുമോളുണ്ടല്ലോ, കൊച്ചിലെ ആഹാരം കഴിക്കാൻ വലിയ വാശിക്കാരിയായിരുന്നു. ഞാൻ എൻ്റെ ഒക്കത്തെടുത്തോണ്ട് നടന്നായിരുന്നു ആഹാരമൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ദേഷ്യം വന്നാലുണ്ടല്ലോ നീറിനെ പോലെ കടിക്കുമായിരുന്നു. പത്മ അങ്ങനെ പറഞ്ഞത് കേട്ടെന്ന് രാജു ഋതിയെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ട് പറയാ, അപ്പോൾ പണ്ടേ ആളൊരു നീറ് തന്നെ ആയിരുന്നല്ലേ, കടിക്കുന്ന കട്ടുറുമ്പ്. ഋതിയെ ഒരു ചമ്മലും സങ്കടത്തോടെ രാജുവിനെ നോക്കുവാണ്. അപ്പോൾ പത്മ പറയാ, ഏയ് കട്ടുറുമ്പ് വേറെ നീറ് വേറെ, ഇതിനെ വിസറെന്ന് പറയും, വിസറ് കടിച്ചാലേ വിടത്തില്ല, പിന്നെ 5 കണ്ണം വരും, ഇവളെ പിടിച്ചോണ്ട് പോവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുമായിരുന്നു. അത് കേട്ടിട്ട് രാജു ചോദിക്കാം, അയ്യോ 5 കണ്ണനോ, അതാരാമ്മേ, കവലച്ചട്ടമ്പിയാണോ? അയ്യോ, കവലച്ചട്ടമ്പിയൊന്നും അല്ല മോനെ, ഈ 5 കണ്ണൻ എന്ന് പറയുന്നതേ ഏതോ സാങ്കല്പിക കഥാപാത്രത്തിലെ പിശാചാ. എൻ്റെ അമ്മയെ എന്നെ ഈ 5 കണ്ണൻ്റെ പേരും പറഞ്ഞ് എന്നെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട്. അമ്മേ, ഈ 5 കണ്ണൻ പിശാച് ഒരു പാരമ്പര്യ അളിയനാണല്ലോ. രാജു ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോൾ പത്മ പറയുക, എൻ്റെ മക്കൾ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ച് ജീവിക്കണം. ഋതിയെ നോക്കി പറയുന്ന, വഴക്കൊന്നും കൂടല്ലേ മോളെ. എന്താ നീ വഴക്കുണ്ടാക്കുവോ മോളെ? ഇല്ലമ്മേ. മക്കളെ, നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കി നമ്മുടെ മനസമാധാനം കളയല്ലേ. സ്നേഹിക്കാനുള്ള നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നേരവും പാഴാക്കരുത്. മേലാൽ ഇനി ഇങ്ങനെയൊന്നും പിണങ്ങി ഒന്നും ചെയ്യരുത്. മോനെ രാജു, ഇവൾ എന്തെങ്കിലും ഇനി കുരുത്തക്കേട് കാണിച്ചാലും എൻ്റെ മോൻ അതങ്ങ് ക്ഷമിച്ചേക്കണേ. ഇവളുടെ ദേഷ്യത്തിൻ്റെ മൂടൊന്ന് മാറിക്കഴിയുമ്പോൾ മോൻ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ശരിയമ്മേ എന്നിങ്ങനെ രാജു പറയുമ്പോൾ പത്മ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് പറയുക, പിന്നൊരു കാര്യം, കുട്ടികൾ 1 പോരാ, 2 ആയിക്കോട്ടെ. രാജു ചിരിച്ചോണ്ട് ചോദിക്കുന്നു, അതെന്തിനാമേ 2 കുട്ടികൾ? അതേ, എന്തിനാന്നറിയാവോ മോനെ, ഒരു കുഞ്ഞിനെ ഇവളുടെ അച്ഛൻ, അതായത് നിന്റെ വർമ്മ സാറ് കൊണ്ടുപോയാലും എനിക്ക് ലാളിക്കാനും സ്നേഹിക്കാനും വേറൊരെണ്ണം വേണ്ടേ? അതിനെ ഇങ്ങനെ കരിവളകളും കിലുക്കി പാദസരമൊക്കെ ഇട്ട് മുറ്റത്തോടിക്കളിച്ച് നടക്കുന്നത് എനിക്ക് കൺകുളിരെ കാണണം. അപ്പോൾ ഋതിക പത്മയോട് ചോദിക്കുക, അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? ഞങ്ങളുടെ ഹെൽപ്പോടുകൂടി നടന്ന സംഭവങ്ങളുടെ സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞ് ഇനിയുള്ള കാലമെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒന്നായിട്ട് ജീവിച്ചുകൂടെ? സങ്കടത്തോടെ പത്മ പറയുക, നിന്റെ അച്ഛൻ അതിനൊന്നും തയ്യാറാകില്ല മോളെ. ആ മനുഷ്യന് അംബികയുടെ കയ്യിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ അദ്ദേഹം മരിക്കണം. അവളൊരു കിനാവള്ളിയാ മോളെ ആ അംബിക. പ്രതാപേട്ടൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ആ അംബിക വരച്ചു വെച്ച ഒരു വൃത്തികെട്ട ചിത്രമുണ്ട്. പ്രതാപേട്ടൻ അത് വിശ്വസിച്ചിട്ട് എന്നെ കാണുന്നത് തന്നെ അത്തരത്തിൽ അതപ്പതിച്ച ഒരു സ്ത്രീയായിട്ടാണ്. സങ്കടത്തോടെ വീണ്ടും പത്മ പറയുക, അത് മാത്രമല്ല മോളെ, ഇനി ഏച്ചു കെട്ടിയാലും അത് മുഴച്ചിരിക്കത്തേ ഉള്ളൂ. എൻ്റെ മനസ്സിനേറ്റ മുറിവ് മാരകമാണ് മോളെ, അതിനി ഒരിക്കലും ഉണങ്ങില്ല. ശാപം കിട്ടിയ അഹല്യയുടെ കഥ മോള് കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ആ അഹല്യയാണ് മോളെ. ഇനി അതിന് മോചനം കിട്ടണമെങ്കിൽ പുതിയ ത്രേതായുഗം വരണം, പുതിയ ശ്രീരാമനും വരണം. പത്മയുടെ ഈ സങ്കടത്തോടുള്ള വാക്കുകളൊക്കെ കേട്ട് രാജുവും ഋതിയെ അങ്ങ് സങ്കടപ്പെടുവാണ്.
അത് കണ്ടിട്ട് പെട്ടെന്ന് പത്മ ആ വിഷയത്തിൽ നിന്നും മാറിയിട്ട് അയ്യോ മക്കളെ നിങ്ങൾ കഴിക്കേ. അങ്ങനെ രാജുവും ഹൃതികയും ഭക്ഷണം കഴിക്കുന്നൊക്കെ സന്തോഷത്തോടെ നിൽക്കുവാണ് പത്മ. ഈ സമയത്ത് അംബികയുടെ അടുത്തിരുന്ന് ദീപക് ഫോണിൽ കൂടെ എന്തോ ഗെയിം കളിക്കുക. അത് കണ്ടിട്ട് അംബികയ്ക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാണ്. അംബികയുടെ ആ നോട്ടവും ഭാവമൊക്കെ കണ്ടിട്ട് ദീപക് ചോദിക്കുക, എന്തിനമ്മേ, എന്ത് കാര്യത്തിന് അമ്മ ഈ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ അമ്മയ്ക്കും എനിക്ക് പരമസുഖമല്ലേ. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയതല്ലെങ്കിലും വല്യമ്മാവൻ തന്നതാണെങ്കിലും അമ്മ കോടീശ്വരിയല്ലേ. ബിസിനസ്സിന് ബിസിനസ്, പലതരം സ്ഥാപനങ്ങൾ. ഞാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ അമ്മയാണ് മഹാറാണി. ദേഷ്യത്തോടെ അംബിക, നിർത്തടാ, നീ എന്താടാ പറഞ്ഞത്? ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ല ഇതെന്ന് അല്ലേ? എടാ നിനക്കറിയാവോ, പ്രതാപന്റെ ഈ സമ്പത്തെല്ലാം ഞാൻ അധ്വാനിച്ചതല്ലെങ്കിലുവേ എൻ്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാ. ആ കഥയൊന്നും നിനക്കറിയില്ല. അമ്മയുടെ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ കാണുമ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളു. അതേടാ, എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷനാ. നിനക്കറിയാവോടാ, ആ ഋതിക അവളുടെ അമ്മയോടൊപ്പം ഒന്നിച്ചാലേ നടന്ന കഥകളൊക്കെ പത്മാവതി അവളുടെ മോളോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ കഥകളൊക്കെ രാജു അറിയും. എന്നിട്ട് ആ രാജു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രതാപനെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഈ സ്റ്റേറ്റിൽ നിൽക്കണ്ട, അങ്ങ് വിട്ടേച്ചാൽ മതി. ഈ അമ്മയ്ക്ക് എന്താ, അവർ പറയുന്നതൊക്കെ വല്യമ്മാവൻ വിശ്വസിക്കുവോ? അങ്ങനെയൊന്നും പ്രതാപൻ വിശ്വസിക്കത്തില്ല. എന്നാലും ഒരു പക്ഷേ അവനെ അങ്ങ് വല്ലാതെ എല്ലാവരും ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്താലോ? എന്നാലേ അമ്മേ, നമുക്കൊരു കാര്യം അങ്ങ് ചെയ്താലോ? അവളെ ആ ഋതിക പത്മാവതിയുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് വല്യമ്മാവനെ അങ്ങ് അറിയിച്ചാലോ? എടാ, അതിനെ അവൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മളുടെ സംശയം മാത്രമല്ലേ, കൃത്യമായിട്ടൊന്നും അറിയില്ലല്ലോ. എന്തായാലും ജയൻ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, അവൻ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കും. അമ്മേ, അതിനെ ആ പത്മാവതി താമസിക്കുന്ന വീട് ജയൻ അറിയാവോ? എടാ, അംബികയുടെ അടുത്തല്ലേ അവിടെ ഒരു ഒളിച്ചുകളി. അവൾ എവിടാ താമസിക്കുന്നതെന്നൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞതാ. ആന്നോ അമ്മേ? അതെവിടാ, എങ്ങനെയാ അമ്മ കണ്ടെത്തിയത്? എടാ, അവളെന്നാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോയപ്പോഴേ അവൾ ഏത് വീട്ടിലോട്ടാ കയറി പോകുന്നതെന്ന് അറിയാനേ ഞാൻ അവളുടെ പിന്നാലെ എൻ്റെ ഒരു ദൂതനെ അയച്ചിരുന്നു. അതാടാ ഈ അംബികയുടെ ബുദ്ധി. മനസ്സിലായോടാ നിനക്കിപ്പോൾ? അയ്യോ എൻ്റെ അമ്മേ, ഇത് ബുദ്ധിയൊന്നുമല്ല, ഇതിൻ്റെ പേരാണ് വിവരമില്ലായ്മ. ആ പത്മാവതി എവിടെയാ താമസിക്കുന്നതെന്ന് അമ്മയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അവിടെ ചെന്നൊരു ബോംബെറിഞ്ഞ് അവളെ അങ്ങ് തകർക്കുമായിരുന്നല്ലോ. അംബിക ദേഷ്യത്തോടെ പറയാം, എടാ നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാ പത്മാവതി താമസിക്കുന്ന എവിടെയാണെന്ന് ഞാൻ നിന്നോട് പറയാഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ദൈവത്തെ ഓർത്ത് നീ എടുത്തു ചാടി ആപത്തൊന്നും ഉണ്ടാക്കിയേക്കരുത്. നീ ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ വിവരമില്ലായ്മ കൊണ്ടാ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓ പിന്നെ അമ്മ മാത്രം ഒരു ബുദ്ധിക്കാരി. ഈ പഴഞ്ചൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതുവരെ വർക്കൗട്ടായിട്ടുണ്ടോ? എല്ലാം അങ്ങ് 18 നില പൊട്ടുവല്ലേ. നിർത്തടാ, നീ എൻ്റെ നേരെ ചാടുന്നോ? വേണ്ടേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നീ നിന്റെ സ്ഥാനത്തുനിന്ന് സംസാരിച്ചോണം. അല്ലാതെ എന്നെ കയറി വിമർശിക്കാൻ വന്നാലുണ്ടല്ലോ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. എണീറ്റ് പോടാ ഇവിടുന്ന് എന്ന് ദേഷ്യത്തോടെ അംബിക ദീപക്കിനോട് പറയുമ്പോൾ ദീപക്കും അങ്ങ് ഇറങ്ങി പോവുകയാണ്. ഈ സമയം പത്മാവതിയാണെങ്കിൽ മക്കൾക്ക് കിടക്കാനുള്ള കട്ടിലിൽ ബെഡ്ഷീറ്റും ഒക്കെ ഇങ്ങനെ വിരിക്കുവാണ്. ഋതിയെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ അമ്മ ഇതൊക്കെ? പത്മാവതി ചിരിച്ചോണ്ട് പറയാം, ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം, ഞാൻ നിങ്ങൾക്ക് കിടക്കാനുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമായിരുന്നു. ഋതിക പറയുക, എന്തായാലും രാജു ഇവിടെ കിടക്കട്ടെ, ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ കൂടെ കിടക്കും. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. ഋതിക രാജുവിനോട് പറയുക, ഇന്ന് എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം കിടക്കണം, വെളുക്കുന്നവരെ എനിക്ക് വർത്തമാനം പറയണം, പഴയ വിശേഷങ്ങളും കേൾക്കണം, അങ്ങനല്ലേ രാജു? അതൊക്കെ കേട്ടിട്ട് രാജു പറയും, പിന്നെ അങ്ങനെ തന്നെ വേണം, അമ്മയെ വെറുതെ വിടണ്ട, ഉറങ്ങാനും സമ്മതിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കും. പുറത്ത് നല്ല മഞ്ഞ്. എന്തിങ്ങനെ രാജു പറയുമ്പോൾ പത്മ പറയാ, നിലാവും ഉണ്ട്, മകരനിലാവാ. രാജു ഒരു ചെറിയ റൊമാൻസോടെ ഋതികയെ നോക്കിയിട്ട് പറയുന്നു, മകരനിലാവും കാറ്റും എന്തൊരു സുഖവാ. എന്നിട്ടൊരു നിരാശ പോലെ രാജു അങ്ങ് പോവുകയാണ്. പത്മ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അംബികയാണെങ്കിൽ ഇങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുക. ജയന്റെ വിളിയൊന്നും വന്നില്ലല്ലോ. ഈ സമയത്ത് ജയനാണെങ്കിൽ ആ മതില് ചാടിക്കടന്ന് ഒരു കമ്പിവേലിയിലെടുത്ത് ഇങ്ങനെ നിൽക്കുക. ദേഷ്യത്തോട് ജയൻ പറയും, എൻ്റെ പോസ്റ്റ് ആണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ്, എന്നാൽ ജോലിയോ ഒളിവുനോട്ടം. ഇത് പിന്നെ അളിയൻ്റെ അമ്മായിയമ്മയുടെ വീടായതുകൊണ്ട് പിടി വീണാലും തടി കേടാകത്തില്ല. വേറെ വല്ല വീട് മറ്റും ആയിരുന്നെങ്കിൽ തൊണ്ടി മുതലും കൊണ്ട് പിന്നെ ജീവിക്കണ്ട. ജയൻ അവിടെ വന്നിങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുക. എന്തോ ഒന്ന് കണ്ടിട്ട് പറയുന്നു, അയ്യോ അത് മരമാണോ ഇനി മനുഷ്യൻ്റെ പ്രേതമാണോ? എന്തായാലും ആ പിശാചിനെ ഒന്ന് വിളിക്കാം. അങ്ങനെ അംബിയെ ഫോൺ ചെയ്യുവാണ് ജയൻ. ജയൻ്റെ ഫോൺ കോൾ കണ്ട് സന്തോഷത്തോടെ അംബിക, എന്തായി ജയ, അവളെ കണ്ടോ? ഇല്ല മാഡം, ഞാൻ ഈ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്.
എടോ താനോടെ വെയിറ്റ് ചെയ്, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ ആ വീട്ടിനകത്തുണ്ടോ എന്നൊന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എന്നാൽ ശരി മാഡം, ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാലേ മാഡത്തിനെ അങ്ങോട്ട് വിളിച്ച് പറയാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഋതികയാണെങ്കിൽ പത്മാവതിയുടെ റൂമിൽ അവളുടെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. നിന്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനാ മോളെ എന്നിങ്ങനെ പത്മ പറയുക. പൊതുജീവിതത്തിൽ ഒരു അഴിമതിയും കാണിക്കാത്ത മനുഷ്യൻ, മറ്റുള്ളവരോട് എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ദയുള്ള ഒരു മനുഷ്യൻ. ഋതിക പറയുക, അമ്മ അച്ഛനെക്കുറിച്ച് വളരെ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അച്ഛൻ എന്താ അമ്മയെക്കുറിച്ച് നല്ലതൊന്നും പറയാത്തത്? അത് തെറ്റിദ്ധാരണയാ മോളെ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അംബികയുടെ ബ്രെയിൻ വാഷ്. അമ്മേ, എനിക്ക് ഇന്ന് വരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഞാൻ അമ്മയോട് ചോദിച്ചോട്ടെ? ചോദിക്കും മോളെ. അച്ഛൻ വളരെ ഇൻ്റലിജൻ്റായ, വളരെ ജീനിയസായ ഒരു മനുഷ്യൻ. പൊതുജനങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ. ഒരു തട്ടിപ്പും അദ്ദേഹത്തിൻ്റെ അടുത്ത് വില പോകില്ല എന്നുള്ളതാണ് സത്യവും. പക്ഷേ അംബിക അമ്മായിയുടെ എല്ലാ തന്ത്രങ്ങളിലും എൻ്റെ അച്ഛൻ വീണു പോകുന്നു. സ്വന്തം ഭാര്യയെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ ഒരാൾ അപവാദം പറഞ്ഞു പരത്തിയാൽ അത് അച്ഛനെ പോലെയുള്ള ഒരാൾക്ക് വിശ്വസിക്കാവോ? അതിനെ ഇത് അപരാധം പറഞ്ഞ് പരത്തുക മാത്രമല്ലല്ലോ മോളെ അവർ ചെയ്തത്. അവൾ തന്ത്രപരമായ ഒരു കെണിയൊരുക്കി എന്നെയും ആ ജഗന്നാഥേട്ടനെയും അതിൽ വീഴ്ത്തുകയും ചെയ്തു. ആ തെളിവുകളല്ലേ അവൾ പ്രതാപേട്ടന് കാണിച്ചു കൊടുത്തത്. പ്രതാപേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതൊരു മനുഷ്യനും വിശ്വസിച്ചു പോകുന്ന തരത്തിലല്ലേ അംബിക ചെയ്തതല്ല. പത്മയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഋതിക ചോദിക്കുന്നു, എങ്കിലും അച്ഛനെ പോലെയുള്ള ഒരാൾ അതൊക്കെ വിശ്വസിക്കാവോ എന്നാ ഞാൻ ചോദിക്കുന്നത്. അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ അംബിക അമ്മായി പറയുന്ന ഏത് കാര്യവും അച്ഛനങ്ങ് വിശ്വസിക്കും. അതാണമ്മേ എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ മോളെ, പ്രതാപേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഒരു നാടകം കളിച്ച് നിൽക്കാൻ ആ അംബികയ്ക്ക് നന്നായിട്ടറിയാം. അതാ മോളെ അവളുടെ മിടുക്ക്. ഋതിക പറയുക, അമ്മേ, എന്നെപ്പോലെ തന്നെ അമ്മയുടെ താല്പര്യപ്രകാരം തന്നെയല്ലേ അമ്മ അച്ഛനെ കല്യാണം കഴിച്ചത്? അതേ മോളെ, പക്ഷേ എനിക്ക് പ്രതാപേട്ടനുണ്ടായ പ്രണയത്തിൻ്റെ കാരണക്കാരൻ എൻ്റെ അച്ഛന് പ്രതാപേട്ടനോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം. ഏതു നേരവും എൻ്റെ അച്ഛന് പ്രതാപേട്ടനെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആ സ്തുതിഗീതം കേട്ടുകേട്ട ഞാൻ പെട്ടെന്ന് തന്നെ പ്രതാപേട്ടനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ആദ്യകാലത്ത് പ്രതാപേട്ടൻ എൻ്റെ ജീവനായിരുന്നു. ആ അംബികയുടെ ഇടപെടല ഞങ്ങളുടെ ജീവിതം തകർത്തത്. ഞാനിത് എപ്പോഴും മോളോട് പറയുന്നത് ഇതൊരു പാഠമാണ്. നമ്മുടെ സ്വകാര്യതയിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും മറ്റൊരാൾ ഇടപെടാൻ നമ്മൾ അനുവദിക്കരുത്. അതിനുള്ള അവസരവും കൊടുക്കരുത്. അതിപ്പോൾ ബന്ധുക്കളായാലും എത്ര പ്രിയപ്പെട്ടവരായാലും പേഴ്സണൽ ലൈഫിലേക്ക് അവരൊരിക്കലും കടന്നു വരരുത്. മോളും രാജുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വളരെ ക്ഷമയോടെ പരസ്പരം അത് പറഞ്ഞു തീർക്കണം. മോൾക്കറിയാവോ, ഏതൊരു പെണ്ണിൻ്റെയും പുണ്യമാണ് അവളുടെ ഭർത്താവ്. അക്കാര്യത്തിലെ എൻ്റെ മോളൊരു പുണ്യവതിയാ. രാജു അത്രയ്ക്ക് നല്ലവനാ. അവൻ എത്ര പാവമാണെന്നുള്ളതിൻ്റെ തെളിവല്ലേ കണ്ടത്. സ്വന്തം ഭാര്യയോടുള്ള പ്രണയമെന്ന് തുറന്നു പറയാൻ പോലും ആകാതെ എന്തെല്ലാം കുഴപ്പങ്ങളിലാണ് അവൻ ചെന്ന് ചാടിയത്. കുറച്ചൊക്കെ എൻ്റെ മോളെ നീ തന്നെ അവനെ കൊണ്ടുപോയി ചാടിച്ചതാ. സങ്കടത്തോടെ ഋതിക പറയുക, എൻ്റെ രാജുവിനെ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് വലിയ സങ്കടമുണ്ടമ്മേ. എൻ്റെ മോളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത് തെറ്റിദ്ധാരണകളുണ്ടായാലും അത് വളരെ നീട്ടിക്കൊണ്ട് പോകാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ അമ്മയുടെ അനുഭവം ഒരു പാഠമാക്കണം. സ്നേഹത്തിൻ്റെ ഒരു കടല ആ രാജുവിൻ്റെ മനസ്സ്. എൻ്റെ മോൾ ആ പാവത്തിനെ ഇനി കരയിപ്പിക്കരുത്. ഇല്ലമ്മേ, എൻ്റെ രാജുവിനെ ഇനി ഞാൻ ഒരിക്കലും കരയിപ്പിക്കില്ല. പത്മാവതി അങ്ങനെ പറഞ്ഞപ്പോൾ ഋതികയ്ക്ക് രാജുവിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അമ്മേ, ഞാനിപ്പോൾ വരാവേ എന്ന് പത്മയോട് പറഞ്ഞിട്ട് ഋതിക രാജുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ രാജുവിൻ്റെ വീട്ടിൽ കൊച്ചമ്മണിക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാതെ ആകെ ടെൻഷനിലിരിക്കുക. ഈ രാജുവും ഋതിക ഇത് എവിടാ പോയിരിക്കുന്നത്? അവരെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ട് വേണം അംബികയെ വിളിച്ചതൊക്കെ ഒന്ന് പറയാൻ. ചേടാ, ഈ ചെറുക്കനും ആ തലതെറിച്ച പെണ്ണും കൂടി ഇത് എവിടാ പോയിരിക്കുന്നത്? ആരോടാന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്? ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ആ അംബികയ്ക്ക് കൃത്യമായിട്ട് ന്യൂസ് കൊടുക്കാനും എനിക്ക് പറ്റുന്നില്ല. രാജു മണിക്കുട്ടനെ വിളിച്ച് സംസാരിക്കുവാണ്. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് വേണം മണിക്കുട്ടൻ എടുക്കേണ്ടത്. നമ്മൾ ഈ സമയത്ത് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ വർമ്മ സാർ ആപത്തിൽ ചെന്ന് ചാടും. ഞാൻ എന്ത് വേണമെന്ന് രാജു എന്നോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. വേറൊന്നും അല്ലടാ, ആ അനന്തംപിള്ളയല്ലേ, അവൻ മഹാ താപ്പാനയാ. അയാൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് തന്നെ വർമ്മ സാറിനുള്ള പക വീട്ടാനാ. അത് രാജു, അയാളത് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അനന്തംപിള്ള തന്ത്രശാലിയായ ഒരു മുതലയാ. പമ്മി ഇങ്ങനെ ഇരിക്കും. വെള്ളം കുടിക്കാൻ വരുന്ന ഏത് മൃഗത്തെയും പിടിച്ചങ്ങ് വിഴുങ്ങിക്കളയും. അതുകൊണ്ട് തന്നെയാ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരുന്നത് എന്നിങ്ങനെ രാജു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്.
രാജു ആരോടോ സംസാരിക്കുവാണല്ലോ. അനന്തംപിള്ള വർമ്മ സാറിനെതിരെ എന്ത് കരുക്കൾ നീക്കിയാലും അത് ഉടനെ കണ്ടുപിടിച്ച് നീ എന്നെ ഉടനെ അറിയിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജുവിൻ്റെ അടുത്തോട്ട് ഹൃദയ എളുപ്പം ചെന്ന് പുറകിൽ കൂടെ രാജുവിനെ കെട്ടി അങ്ങ് പിടിക്കുവാണ്. ഈ സമയത്ത് ജയൻ അവരെ രണ്ടുപേരെയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ജയൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഋതികയും രാജുവിനെയും കണ്ടിട്ട് അവർ പത്മാവതിയുടെ വീട്ടിലുണ്ടെന്ന് അംബികയ്ക്ക് വിളിച്ച് പറയുമോ? പത്മാവതി കൊടുത്ത വാഗ്ദാനം കിട്ടാൻ പോകുന്ന വണ്ടിയെ ഓർത്ത് ജയൻ ആ തെറ്റ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ ജയന് നല്ല മനസ്സുണ്ടെങ്കിൽ ഋതികയും രാജു ഇവിടെ ഇല്ല എന്ന് വിളിച്ച് പറയും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.